ബാർക്കോഴ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം മന്ത്രി മാണി കോഴ വാങ്ങിയതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന ഉത്തരവ് ഇതിനെ തുടർന്ന് മന്ത്രി മാണിക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും എത്രയും വേഗം മന്ത്രി മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് LDF നേതാക്കൾ ഗവർണറെ കണ്ടു. സുനിൽ അരുമാനൂർ തിരുവനന്തപുരത്ത് നിന്നും. സുനിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഗവർണറെ ധരിപ്പിച്ചത്? തുടർന്നുള്ള നിലപാട് LDF-ന്റേത് ഏതു തരത്തിലെന്നാണ് വിശദീകരിച്ചത്? ബാർക്കോഴ കേസിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും അതോടൊപ്പം തന്നെ LDF നേതാക്കളായ C ദിവാകരനും CK നാണുവും AK ശശീന്ദ്രനും ഉൾപ്പെടുന്ന LDF സംഘമാണ് ഗവർണറെ കണ്ട നിവേദനം സമർപ്പിച്ചത്. ഈ നിവേദനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ബാർക്കോഴ കേസിൽ മന്ത്രി KM മാണിക്കെതിരെ വിജിലൻസ് കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് തന്നെ മാണിയെ പുറത്താക്കണം, ഇതിനുവേണ്ടി ഗവർണർ ഇടപെടണം എന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതിനുവേണ്ടി ഉള്ള ഈ ബാർക്കോഴ കേസിന്റെ ഒരു സാഹചര്യമൊക്കെ തന്നെ ഈ നിവേദനത്തിനകത്ത് പറയുന്നുണ്ട്. കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോടതി ഉത്തരവിന്റെ പരാമർശങ്ങളും അടങ്ങുന്ന ഒരു മെമ്മോറാണ്ടമാണ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഗവർണർക്ക് നൽകിയത്. ഈ മെമ്മോറാണ്ടത്തിന് ഒപ്പം തന്നെ മറ്റു ചില തെളിവുകളും നൽകിയിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഗവർണർ ഇതെല്ലാം പരിശോധിച്ച ശേഷം വേണ്ടത് ചെയ്യാം എന്ന് ഉറപ്പു നൽകിയെന്നും പ്രതിപക്ഷ നേതാവ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുകയുണ്ടായി. ഇതിനുശേഷം ഗവർണർ ഏതു തരത്തിലുള്ള സമീപനമാണ് ഈ നിവേദനത്തിന്മേൽ സ്വീകരിക്കുന്നത്, അതിനുശേഷമായിരിക്കും തുടർ പ്രക്ഷോഭത്തെക്കുറിച്ച് ആലോചിക്കുന്നതെന്നും ഇത് ശക്തമായ രീതിയിൽ തന്നെ പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് LDF-ന്റെ നിലപാടെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വ്യക്തമാക്കിയത്. സുനിൽ, ഭരണഘടനാപരമായ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഗവർണറെ കാണുക, അത്തരത്തിൽ ആവശ്യപ്പെടുക, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങൾ ഏതു തരത്തിലായി കഴിഞ്ഞാലും വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനം KM മാണിക്ക് നേരെ VS-ന്റെ വാക്കുകൾ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ടോ? തീർച്ചയായും. കാരണം ഇത്തരത്തിൽ നിവേദനം കൊടുത്തുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചത്. അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലുണ്ടാകും, പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ മറ്റുള്ളവർ കാണുന്നുണ്ട്. ഇനി ഗവർണർ ഏത് തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ തെളിവുകളോടും ഈ മെമ്മോറാണ്ടത്തോടും സ്വീകരിക്കുക, അതിനുശേഷമായിരിക്കും തുടർ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിലും മാറി നിൽക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം തന്നെയായിരിക്കും ഗവർണറും ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ LDF നടത്താൻ പോകുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം വളരെ കൃത്യമായാണ് വിജിലൻസ് കോടതി പരാമർശം വരുന്നത് അഴിമതിയെ സംബന്ധിച്ച്. അത്തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് പല വേദികളിൽ അവർ ആവർത്തിക്കുന്നത്. ഇന്ന് ഗവർണറെ കണ്ട് നിവേദനം സമർപ്പിക്കുമ്പോൾ ആ നിവേദനത്തിൽ അടിവരയിടുന്ന കാര്യങ്ങൾ എന്തെല്ലാം, അതിന്റെ പകർപ്പ് മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ടോ? നിവേദനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ബാർക്കോഴ കേസ് ഉണ്ടായ സംഭവം, അതായത് ബാർ ഉടമകള് മാണിയുടെ പാലായിലുള്ള വസതിയിൽ പോയി പണം നൽകിയതും അതിനുശേഷം തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് 35 ലക്ഷം രൂപ നൽകിയതും അടക്കം 50 ലക്ഷം രൂപ വാങ്ങിയത് കൃത്യമായി ഓരോ ഡേറ്റ് പറയുന്നുണ്ട്. 22/3/2014 പാലയിൽ വെച്ചും അതോടൊപ്പം തന്നെ ബാർ അസോസിയേഷൻ 15 ലക്ഷം രൂപ ആദ്യം നൽകിയതും അതിനുശേഷം തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് 2/4/2014 50 ലക്ഷം രൂപ നൽകിയതും സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നിവേദനമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ കോടതി നടത്തിയിട്ടുള്ള പരാമർശം, സ്പെഷ്യൽ ജഡ്ജ് വിജിലൻസ് കോർട്ടിലെ സ്പെഷ്യൽ ജഡ്ജ് തുടർ ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യാ എവിഡൻസ് ഉണ്ടെന്നും ആ എവിഡൻസ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്നും ഈ സാഹചര്യത്തിൽ ഗവർണർ ഇടപെട്ടുകൊണ്ട് ചീഫ് മിനിസ്റ്ററോട് നിർദ്ദേശിക്കുക KM മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ചുമതല നിർവഹിക്കാൻ തയ്യാറാകണമെന്നും ഭരണഘടനയെ സംരക്ഷിക്കും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് ഉണ്ടാകണം, അതിനുവേണ്ടി ഗവർണർ ഇടപെടണമെന്നാണ് ഈ മെമ്മോറാണ്ടത്തിൽ വ്യക്തമായി പറയുന്നത്.